അപ്പൊ എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനെന്ന് അമ്മച്ചി പറഞ്ഞു. അതെല്ലാരും സമ്മതിക്കോ? എന്നോട് കഴിഞ്ഞ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്ത, ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു സ്ത്രീ എന്നെടുത്തു, സിസ്റ്റർ അതൊരു ലൈസൻസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് മാരേജ്. എനിക്ക് സങ്കടം. ഒരു പക്ഷേ അമ്മയുടെ ജീവിതമായിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, നത്തിങ് മോർ. എന്നെ അത്ഭുതപ്പെടുത്തി. പിന്നെ അതിന്റെ കഥ കേട്ടപ്പോ തോന്നി ശരിയാണല്ലോ. മാരേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വി ഫീലിംഗിന് വേണ്ടിയാ, അല്ലെ? ഒരു കൂട്ട് വേണമെന്ന് വെച്ചിട്ടില്ലേ കല്യാണം കഴിച്ച? ആണോ? അല്ലെങ്കിൽ സന്യസിക്കാൻ പോവായിരുന്നല്ലോ. എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരു പുരുഷൻ വേണം, എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരു സ്ത്രീ വേണം, എന്റെ സ്വന്തം എന്ന് പറയാൻ. വേറെ ആരും ഈ ലോകത്ത് എനിക്ക് എന്റെ സ്വന്തം ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? എന്തൊക്കെയാ മീഡിയയിൽ നടക്കണം ആലോചിച്ച് നോക്കി. നാണം കെട്ടു, നെറി കെട്ടു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ടി വി തുറന്നാൽ കാണുന്നത്, നിരന്തരവും കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വി ഫീലിംഗിന് വേണ്ടിയാണ് വിവാഹം എന്ന കൂദാശ, വിവാഹം എന്ന പവിത്രമായ കർമ്മം ഈ ഭൂമിയിൽ അരങ്ങേറേണ്ടത്. അതിന് സഹായകമായ വി ഫീലിംഗിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണുമ്പോൾ എങ്ങനെ വി ഫീലിംഗ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യമാണ് ഷെയർഡ് ഐഡന്റിറ്റി. വിവാഹം രണ്ടു പേർക്കും വളർച്ച ഉണ്ടാകേണ്ടതാണ്, അല്ലെ? വിവാഹം ആര് തമ്മിലാ? ഇപ്പൊ നമുക്ക് അതും ചോദ്യത്തില്ല. വിവാഹം ആര് തമ്മിലാ? പണ്ട് വിവാഹം ആണും പെണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് അതും സംശയ. ദൈവമേ, വിവാഹം എന്ന് പറയുമ്പോൾ